ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഷാസി ട്രീറ്റ്സ്. കുറഞ്ഞ ചേരുവ കൊണ്ട് നല്ല അടിപൊളി പഞ്ഞു പോലത്തെ കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അതിനായിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ടൻ്റെ മഞ്ഞക്കരു ഒന്ന് മാറ്റിയെടുക്കുക. വെള്ള വേറെ മഞ്ഞ വേറെ ആക്കിയിട്ടെടുക്കുക 3 മുട്ടൻ്റെത്. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ട വേഗം തന്നെ നല്ല ഫ്ലഫിയായി ബീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മുട്ടൻ്റെ മഞ്ഞയിലോട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഒരു 5-6 മിനിറ്റിന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല തിക്കായി നല്ല ഫ്ലഫി ആയിട്ട് മുട്ടൻ്റെ വെള്ളം മാറിക്കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു ടൈം ആകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഏലക്ക പൊടിയാലും ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ബീറ്റർ ഇല്ലാണ്ട് വിസ്ക് കൊണ്ട് ചെയ്തെടുക്കുക. പക്ഷെ കുറച്ച് ബീറ്റ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും, പക്ഷേ നന്നായിട്ട് തന്നെ കിട്ടും. ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ എളുപ്പം. എന്നിട്ട് നന്നായിട്ട് ബീറ്റാക്കി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് മുട്ടൻ്റെ മഞ്ഞക്കരു ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വേഗം തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത്. ഇനി മഞ്ഞക്കരു ഓരോന്നായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. എല്ലാ മഞ്ഞക്കരുവും ചേർത്ത ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഓയിലോ പാലോ ഒന്നും ചേർക്കുന്നില്ല. അല്ലാണ്ട് നമുക്ക് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇനി നന്നായിട്ടൊരു 3-4 മിനിറ്റ് ബീറ്റാക്കിയ ശേഷം നമുക്ക് ബീറ്റർ ഒന്ന് മാറ്റി വെക്കാം. ഇനി വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചുലയാണ് വേണ്ടത് ഇത് മിക്സാക്കാൻ വേണ്ടിയിട്ട്. ഈ മുട്ടൻ്റെ മിക്സിലോട്ട് നമുക്ക് അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി വൈറ്റ് കളറായിട്ട് കിട്ടുന്നത് മൈദ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് മൈദ ഇഷ്ടമില്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു വിസ്കോ സ്പാച്ചുലയോ വെച്ചിട്ട് പതിയെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. സ്പാച്ചുലയോട് മിക്സ് ആക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കേക്ക് എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് കിട്ടുന്നത്. അല്ല വിസ്ക് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് മിക്സാക്കിയാലും മതി. ഇനി ഇതേപോലെ പതിയെ മിക്സാക്കിയ ശേഷം ഒരുമിച്ചിട്ടിട്ട് മിക്സാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവുക. ഇത് പൊടി കൂടിപ്പോയോണ്ടല്ല ഈ ഒരു തിക്നെസ്, നമ്മൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നുകൊണ്ടാണ് ഈ ഒരു തിക്നെസ്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുക്കുക. നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു സോസ് പാനിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ബാറ്റർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം ഒന്ന് തട്ടിക്കൊടുക്കുക. അതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആ ടൈം കൊണ്ട് തന്നെ ഈ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടും. ഇതേപോലെ സോസ് പാനിലാണ് വെക്കുന്നെങ്കിൽ ഇതേപോലെ ഒന്ന് വെയിറ്റ് മൂടിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാൻ മറക്കല്ലേ. 15 മിനിറ്റിന് ശേഷം നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. നടുഭാഗത്ത് എന്താ ഹോൾസ് എന്ന് വെച്ചാലേ ഞാൻ കത്തിയെടുത്ത് കുത്തി നോക്കി കുക്കാവുന്ന മുമ്പേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. 15 to 20 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും കുക്കായി കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് ചൂട് മാറിയ ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ കേക്കിന് ചെറുതായിട്ടൊരു ചൂടുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല അടിപൊളി പഞ്ഞു പോലത്തെ ടീ കേക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കേക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ കുറേ ടൈപ്പ് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.